ഇന്ന് നമുക്കൊരു എഗ്ഗ് രസത്തിൻ്റെ റെസിപ്പി നോക്കാം. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമുക്കിവിടെ എഗ്ഗ് രസത്തിനുള്ള സാധനങ്ങൾ എടുക്കാം. 2 തക്കാളിപ്പഴം, കുറച്ച് കറിവേപ്പില, കുറച്ച് വെളുത്തുള്ളി, 8 ചെറുള്ളി, 2 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 2 പച്ചമുളക്, ഒരു 5 വറ്റൽമുളക്, 2 കഷ്ണം ഇഞ്ചി, ഇത്രയും എടുക്കാം. ഇനി നമുക്കൊരു കുറച്ച് പുളി വെള്ളത്തിലിട്ട് വയ്ക്കാം. അടുത്തായിട്ട് നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഓരോന്നിട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. നമുക്കിനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ എല്ലാം നല്ലപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പ് വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുകും ഉലുവയും 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. 5 ചെറുള്ളി അരിഞ്ഞിട്ട് കൊടുത്ത് 3 പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം. നന്നായി മൂത്ത് കഴിയുമ്പോൾ നമുക്ക് 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടിയും 1 ടീസ്പൂണ് കായപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന അരപ്പൊഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. നല്ലപോലെ തിളച്ച് കഴിയുമ്പം നമുക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇവിടെ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇനി നല്ല തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മുട്ട ഓരോന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പം മുട്ട ഏകദേശമൊക്കെ നല്ലപോലെ തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ അടിപൊളി എഗ്ഗ് രസം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രസം മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. മുട്ട നല്ലപോലെ വെന്ത് കഴിയുമ്പോൾ നല്ലപോലെ എണ്ണ ഇതുപോലെ തെളിഞ്ഞു വരും. അന്നേരം നമ്മൾ വാങ്ങി വയ്ക്കുക. അടിപൊളി രസമാണ്.